എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ശമ്പളം സിനിമയിൽ ഒരാൾ പറ്റിച്ചുകൊണ്ട് പോയി. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്കൊരു തൃപ്തി ഉണ്ടെന്നറിയാം. പറ്റിച്ചതാണ് എന്നെനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമ, ഒന്നാമത്തെ സിനിമ KG ജോർജിൻ്റെ, രണ്ടാമത്തെ സിനിമ ഞാൻ അഭിനയിച്ച ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പടമാണ് യുവജനോത്സവം. ആദ്യത്തെ പടത്തിൽ ഇരകൾക്ക് എനിക്ക് പൈസയും തന്നില്ല. അവർ ഫസ്റ്റ് പടമാണ്, അവർ പൈസയും തന്നില്ല, ഞാൻ ചോദിച്ചതുമില്ല. നമ്മൾ അഭിനയിച്ചു, സന്തോഷം പോകുന്നു. രണ്ടാമത്തെ പടം അഭിനയിച്ചത് ശ്രീകുമാരൻ തമ്പി സാറാണ്. അദ്ദേഹം എനിക്ക് മദ്രാസിൽ ഡബിങ്ങിന് വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് ഫ്ലൈറ്റിൽ കൊണ്ടുപോയി നല്ല ഹോട്ടലിൽ താമസിപ്പിച്ചു. തിരിച്ചു പോയപ്പോൾ അദ്ദേഹം എനിക്ക് 5000 രൂപ ചെക്കായിട്ട്. ഈ 5000 രൂപ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഇപ്പോഴത്തെ കേരള ബാങ്ക്, അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങി വഴുതക്കാട് ശാഖയിൽ നിക്ഷേപിച്ചു. അപ്പോൾ എൻ്റെ ഇച്ചിരി പൈസയൊക്കെ കിടപ്പുണ്ട് നേരത്തെ, അതിൻ്റെ കൂടുതൽ ഇത് വിട്ടു. വരെ പൈസയൊന്നുമില്ല, അതൊരു പ്രത്യേക അക്കൗണ്ടായിട്ട് അവിടെ ഉണ്ട്. സിനിമയിൽ നിന്ന് ആദ്യം കിട്ടിയ പൈസയാണ്. അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമത്തെ പൈസ പ്രിയദർശൻ്റെ രാഘുവിലും രാധാസസിലും സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിൽ ശശികുമാർ എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ, അല്ല അവിടെ വെച്ച് എന്നെ പരിചയപ്പെട്ടു, എല്ലാം കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ഒരു 10-10:30 മണിയായപ്പോൾ ഇയാൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ അന്ന് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്, വലിയ ഒരു അസുഖമായിരിക്കുന്നു, ഇപ്പം 1 മണിക്കൂറിനകത്ത് ഒരു ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകും. ഞാൻ ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്? 5000 രൂപ ഇരിക്കണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പൈസ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ഓർത്തില്ല. ഇയാൾ വന്ന് പറയുമ്പോൾ ഞാൻ വിട്ടില്ല. എന്നോട് പറഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. 5000 രൂപ. ഞാൻ പറഞ്ഞു ശശി നില്ലെന്ന് പറഞ്ഞു. വിളിച്ച് നേരെ ഈ ബാങ്കിൽ ചെന്ന് ഒരു ചെക്ക് എഴുതി കൊടുത്ത് ഈ 5000 രൂപ എടുത്ത് ഇയാൾ കൊടുത്തിട്ടു. അയാൾ അതുകൊണ്ട് പോയതാ. സിനിമയിൽ ഞാൻ 35 കൊല്ലമാകുന്നു. ആ ആളെ പിന്നെ സിനിമയിൽ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായ കളിപ്പിയിലായിരുന്നു. കളിപ്പിയില്ലെങ്കിൽ അവിടെ തന്നെ കണ്ടേനല്ലോ. ഇന്നേ വരെ സിനിമയിൽ പല സംവിധായകരോടൊപ്പം ഏതാണ്ട് 100-150 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിരുന്നു. ആ വ്യക്തിയെ മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലോ എവിടെയും പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ദുഃഖമില്ല. കാരണം ഞാനൊരു സ്ത്രീ വേദന അനുഭവിക്കുന്ന, മരിക്കാൻ പോകുന്നു എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ശമ്പളം കൊടുത്തതെന്നുള്ളത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. പറ്റിക്കപ്പെട്ടു എന്നത് വേറെ കാര്യം. അവൻ പോയി വെള്ളം അടിച്ചാണ് അത് വെച്ചു. പക്ഷേ പറ്റിക്കപ്പെട്ടു എന്നുള്ള ശരിയാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കേട്ടത് ഒരു സ്ത്രീ മരണശയ്യയിലാണ്, അവരെ രക്ഷിക്കാൻ ഈ പണം വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം. ഞാൻ ഇന്നും അങ്ങനെയാണ്. എന്നെ പറ്റിച്ചു എന്നല്ല, ഞാൻ അങ്ങനെ കൊടുത്തു എന്ന സന്തോഷം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഈ അർഹതയില്ലാത്ത ആളുകൾ നമ്മളെ കബളിപ്പിക്കും. പക്ഷെ സ്നേഹദീനം പോലെയുള്ള അർഹതയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സഹായം ചെയ്തു കൊടുക്കണം എന്ന് മാത്രം ഓർമ്മിക്കുന്നു. ഒരു പിതാക്കന്മാർ പല കാര്യങ്ങളും പറയാൻ ദീർഘിപ്പിക്കുന്നില്ല. സ്നേഹദീനത്തിൻ്റെ ഈ നന്മയിൽ, ഈ കൂട്ടായ്മയിൽ നമുക്കെല്ലാം പങ്കുചേരാം. സ്നേഹദീനം നമ്മുടേതാണ്. ഈ പിളക്കുടിയിൽ വന്ന് സിസ്റ്റർ തുടങ്ങാൻ കാരണം എന്താ? എങ്ങും വില കുറച്ച് സ്ഥലം കിട്ടിയില്ല. സിസ്റ്റർ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ അവരെ സ്വത്തുക്കളെല്ലാം വീതം വെച്ചു. സാധാരണ കന്യാസ്ത്രീമഠത്തിൽ പോയപ്പോഴൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ സഹോദരങ്ങൾ ആ ചേച്ചിയോടെ സ്നേഹം കൊണ്ട് അവരെ ക്രിസ്ത്യൻ വീടുകളിൽ അങ്ങനെ പതിവുമില്ല, വീടിനെ കൊടുക്കത്തില്ലെന്നേ. പക്ഷേ അവർ വീതിച്ചെടുത്തപ്പോൾ അതിലെ ഒരു വിഹിതം ചേച്ചിക്ക് കൊടുത്തു. കന്യാസ്ത്രീ ചേച്ചിക്ക് സ്വത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ആ പണവുമായി ഇതുപോലൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞപ്പോൾ, നിലമ്പൂരിൽ നിന്ന് അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ വന്നപ്പോൾ വിളക്കുടിയിൽ ഈ ഒരു ഇടവഴിക്കകത്താണ് ആകെ വില കുറച്ചൊരു സ്ഥലം കിട്ടിയത്. അന്ന് വില കുറച്ച സ്ഥലം കിട്ടിയത് ഈ നാടിൻ്റെ ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് സിസ്റ്റർ ഇവിടെ വന്നതും സ്നേഹിതർ ഇവിടെ വന്നതും. അന്ന് വില കുറഞ്ഞൊരു സ്ഥലമായിരുന്നു. ബാക്കി എല്ലായിടത്തും വില കൂടുതലായിരുന്നു. ഇവിടെ ആകുമ്പോൾ ആ ഒഴിഞ്ഞ സ്ഥലം. പിന്നെ റോഡിനെ പറ്റി സിസ്റ്റർ പറഞ്ഞു, ഇത് കിബി ഏറ്റെടുത്ത റോഡാണ്. ഈ റോഡിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. 1-2 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ടെൻഡറും കാര്യങ്ങളും നടക്കും. എല്ലാം ഏർപ്പാടും ചെയ്തു. ഇച്ചിരി സ്ഥലം എടുക്കാനുണ്ട്. അതിൽ സിസ്റ്ററുടെ ഈ ഒരു സൈഡിൽ പോകും. അവിടുന്ന് കോട്ടോട്ടത്ത് കയറുന്ന ആ ഭാഗത്ത് ഇടുങ്ങിയിരിക്കുകയാണ്. വളരെ അതിൽ ആളുതാമസമില്ലാത്ത സ്ഥലം നോക്കി നമ്മളിങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ നാമണീശ്വരം റെയിൽവേ ക്രോസ് വരെ. ശരിക്കും പറഞ്ഞാൽ റോഡ് അനുവദിച്ചത് പിന്നെ താഴെ കോട്ടോട്ടം, ഇളമ്പൽ കോട്ടോട്ടം മുക്കിൽ വരെയാണ്. പക്ഷേ അതിനെ ഞാൻ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനായിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചത് ഈ റോഡ് നന്നാവണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് ആർക്കും ഒരു ആശങ്കയും വേണ്ട. സിസ്റ്റർ പറഞ്ഞത് ഞങ്ങളെ വിഷമിപ്പിക്കലേ, ഞാനെങ്കിലും നാളെ വിടുന്നേ പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ എന്നോടല്ലേ കയറുന്നേ. എൻ്റെ രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്ന് ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കും. പക്ഷേ അപ്പിയൊക്കെ കിട്ടുന്ന ചാൻസിന് ഒരു വഴി തരും എനിക്ക്. ഇയാളെ ലോഡ് എന്തെങ്കിലൊക്കെ ചോദിക്കാം അവിടെ നിന്ന്. പക്ഷേ എന്നെ കാണുമ്പോൾ ചേട്ടാന്ന് വിളിക്കുക. അത് പറയാം, എന്നെ കാണുമ്പോൾ ചേട്ടാന്ന് ഇവിടെ നിന്ന് കിട്ടും. പക്ഷെ അങ്ങോട്ട് മാറില്ല. അയാൾ ഉറവിടെ ഉമ്മ പറഞ്ഞേക്കെന്ന് പറയും. പക്ഷെ അങ്ങനെ ഉമ്മ പറഞ്ഞല്ല, വരും ഒരു സംശയമാക്കാരുന്നുണ്ട്. ഇതുവരെ കഴിഞ്ഞ 23 കൊല്ലമായി ഞാൻ പറഞ്ഞതെല്ലാം പത്തനാപുരം.
അതുകൊണ്ട് ഇത് നടക്കും, നല്ല നിലയിൽ നടക്കും, നല്ല വൃത്തിയായിട്ട് നടക്കും.